ജാഊഹാ അവർ സ്വർഗത്തിലേക്ക് കടന്നു വരാനിരിക്കുമ്പോൾ എത്തുമ്പോൾ വഫുതിഹത് അബ്വാബുഹാ, ഇവിടെ വാവുണ്ട്, വഫുതിഹത്, നരകം പറഞ്ഞു കൊടുത്ത് ഫുതിഹത്, അപ്പൊ തുറക്കും. വഫുതിഹത്, ആദ്യമേ സ്വർഗവാതിൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി തുറക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. വാതിലൊക്കെ തുറന്നു വെച്ച് കിടക്കുകയാണ് നേരത്തെ. സ്വർഗവാസികൾ വരുന്നതിന് മുമ്പേ സ്വർഗത്തിന്റെ കവാടം തുറന്നു വെച്ചിരിക്കുകയാണ് അവർ വരാൻ വേണ്ടി. വരുമ്പം തുറക്കണതും വരും മുമ്പേ തുറന്നു വെക്കണതും വ്യത്യാസമുണ്ട്. സ്വർഗവാസികളെ സ്വീകരിക്കാൻ സ്വർഗം ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അതപ്പോഴേക്കും ഓൾറെഡി ദ ഡോർ ഈസ് ഓപ്പൺ. അതാണ് പറയുന്നത്, സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ട് കിടക്കയാണ് അവർ സ്വർഗത്തിലേക്ക് വരിക. നരകവാസികൾ വരുമ്പോ അങ്ങോട്ട് തുറന്നു കൊടുക്കുകയാണ്, കയറിക്കോളിയെന്ന്. സ്വർഗവാസികളെ സ്വീകരിക്കാൻ ആദ്യമേ സ്വർഗം കാത്തിരിക്കാൻ. വഖാല ലഹും ഖസനതുഹാ, സ്വർഗത്തിന്റെ ഇൻചാർജുള്ള മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും ത്വിബ്തും, നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയും. ഫദ്ഖുലൂഹാ ഖാലിദീൻ, പ്രവേശിച്ചോളൂ, ഖാലിദീൻ, നിങ്ങൾ എന്നെന്നും നിലനിൽക്കുന്നവരാണ്. ഇനി ഒരിക്കലും ഇവിടെ നിന്ന് പോകേണ്ടി വരില്ല. നിങ്ങൾ ഇവിടെ ഖാലിദാണ്, നിങ്ങൾക്ക് ഇനി മരണമില്ല. ഒരു മരണം മരിച്ചില്ലേ, ഇനി മരണമില്ല. അനന്തമായ ലോകത്ത് നിങ്ങൾ ഇവിടെ ആസ്വദിച്ച് ജീവിക്കാൻ. ഓരോ ദിവസവും പുതുമയുള്ള അനുഗ്രഹങ്ങൾ, ദുനിയാവിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തത്, ഭൂമിയിൽ കണ്ടിട്ടില്ലാത്തത്. നമ്മളിവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും സ്വർഗലോകത്തേക്ക് നോക്കി, ഇത് ഭൂമിയിലെ മണ്ണെന്നുണ്ടാക്കുന്നതല്ലേ, സ്വർഗത്തിന്റെ മണ്ണ് പോലും സുഗന്ധമാണ്, കസ്തൂരിയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതുകൊണ്ട് മലക്കുകൾ മുഴുവൻ അവരെ സ്വീകരിക്കുകയാണ്. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സ്വദഖനാ വഅദഹു وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. സ്വർഗത്തിലെത്തിയാൽ മുഅ്മിനീങ്ങൾ ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. وقالوا الحمد لله الذي صدقنا وعده, അല്ലാഹുവേ നീ നിന്റെ വാക്ക് പാലിച്ചിരിക്കുന്നുവല്ലോ റബ്ബേ. وأورثنا الأرض نتبوأ من الجنة حيث نشاء, അല്ലാഹുവേ സ്വർഗം കണ്ടെത്താൻ, സ്വർഗം തേടിപ്പിടിക്കാൻ, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് ഭൂമിയിൽ അവസരം ഒരുക്കി തന്നവനല്ലയോ അല്ലാഹുവേ നീ. من بنى لله مسجدا ولو كمفحص قطاه بنى الله له بيتا في الجنة. അല്ലാഹുവിന് വേണ്ടി ഒരു പക്ഷിക്കിരിക്കാൻ വലുപ്പമുള്ള സ്ഥലം, ഒരു പള്ളി നിങ്ങൾ നൽകിയാൽ, അല്ലാഹുവിന്റെ മസ്ജിദിന് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ, സ്വന്തമായ ഒരു പള്ളി ഒരു പക്ഷിക്കിരിക്കാനേ പറ്റുള്ളൂ. ഈ ഒരു സൗണ്ട് ബോക്സിന്റെ എത്ര വലുപ്പമുള്ള പള്ളി, അതിനോട് എത്ര പക്ഷിക്കിരിക്കാൻ പറ്റും? ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്ന സ്ഥലം നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. നിങ്ങൾ അത്ര പാവായിരുന്നു, പക്ഷെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി കൊടുത്തു. നിങ്ങൾക്ക് സ്വർഗത്തിൽ കൊട്ടാരം അല്ലാഹു നൽകും. അപ്പൊ വലിയ പള്ളിയൊക്കെ എടുത്താൽ എന്തായിരിക്കും കൂലി? അതിനുവേണ്ടി നിങ്ങൾ ചെലവഴിച്ച എന്തായിരിക്കും പ്രതിഫലം? അല്ലാഹുവേ നീയല്ലേ ഞങ്ങൾക്കതിന് അവസരം നൽകിയത്. സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് അല്ലാഹുവേ നീ നൽകുന്ന പ്രതിഫലം എത്ര വലുതാണ്. സ്വർഗത്തിലേക്ക് സംഘമായി കടന്നു വരും. ആ സംഘമായി വരുന്ന ആദ്യത്തെ സംഘം ഹബീബായ നബി തങ്ങളുടെ സംഘമാണ്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ സ്വഹാബിയാവാൻ പറ്റിയില്ല, നബി തങ്ങളുടെ അരികത്തേക്ക് വരാൻ പറ്റിയിരുന്നില്ല. താബിഈയാണ്, താബിഈങ്ങളിൽ മഹാന്മാരിൽപ്പെട്ട മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഇബ്രാഹിം നബിയെ പോലെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട മനുഷ്യനാണ്. അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ യമനിൽ വെച്ച് തീയുണ്ടാക്കിയതിലേക്ക് എറിഞ്ഞു. ആ മഹാൻ വാഇളാണ്, അന്നത്തെ വാള് പറയുന്ന ആളാണ്. ഒരു രോമത്തിന് പോലും പോർലേൽക്കാതെ മഹാൻ രക്ഷപ്പെട്ടു, മദീനത്തേക്ക് ഓടി വന്നു. അങ്ങനത്തെ മഹാനാണ്. മഹാനവറുകൾ രാത്രികാലങ്ങളിൽ നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ കാലിന് ക്ഷീണം വന്ന് തളരുമ്പോൾ അദ്ദേഹം ഒരു ചാട്ടവാറെടുത്ത് സ്വന്തം കാലിൽ അടിക്കുമായിരുന്നത്രേ. എന്നിട്ട് പറയും, എഴുന്നേറ്റ് നിൽക്ക അബൂ മുസ്ലിമേ, നാളെ സ്വഹാബിമാരെ സ്വർഗത്തിന്റെ ആദ്യ സംഘത്തിൽ ഹബീബിന്റെ കൂടെ വരുമ്പോൾ ആ സംഘത്തിൽ നീയും വേണ്ടേ?
وسيق الذين اتقوا ربهم إلى الجنة زمرا. എന്നിട്ട് മഹാൻ തളർച്ചയോടുകൂടെ എഴുന്നേറ്റ് വീണ്ടും നിസ്കരിക്കും. എന്നിട്ട് പറയാറുണ്ട്, വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ ഹത്താ യഅലമ അസ്ഹാബു മുഹമ്മദിൻ അന്നഹും ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ. വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, സ്വർഗത്തിന്റെ വാതിൽക്കൽ തിക്കും തിരക്കും കൂടാൻ ഞങ്ങളും ഉണ്ടായിരിക്കും സ്വഹാബത്തിന്റെ കൂടെ. പറയാ എന്തൊരു വാക്കാണതല്ലേ. സ്വഹാബികൾ ഒറ്റക്കല്ല, ഞങ്ങളും അവിടെ ഉണ്ടാകും. വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ, സ്വർഗത്തിന്റെ വാതിലിന്റെ ഒരു വശത്ത് നിന്ന് അടുത്തൊരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ 100 കൊല്ലത്തെ വഴിദൂരമുണ്ടെന്ന് നബി തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈന മിസ്റാഈൻ, സ്വർഗത്തിന്റെ വാതിലിന്റെ 2 പൊളിക്കടയിൽ വാതിലിന്റെ വിസ്താരം 100 കൊല്ലത്തെ വഴിദൂരമാണ്. തങ്ങൾ പറയാ, അങ്ങനെയാണെങ്കിലും വഹിയ ഖദീദ്, ആ വാതിൽക്കൽ തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്നവിടെ തിക്കും തിരക്കുമായിരിക്കും. ഇത്ര വലിയ ഗേറ്റാണ്, ആളുകൾ കൂടാൻ ഭയങ്കര തിരക്കുള്ളൊരു സമയമുണ്ട്. ആ തിക്കും തിരക്കിലും സ്വഹാബികളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങൾ എന്നിട്ട് പറയും, ഹത്താ യഅലമ അസ്ഹാബു മുഹമ്മദിൻ അന്നഹും ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ. സ്വഹാബിമാർ അവരുടെ കാലം കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ